ഹായ് കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയാൻ വന്നതാട്ടോ. അമ്പലത്തെ പ്രസാദമാണ്. ഭയങ്കര ഇതായിരുന്നു, മൊത്തം റോഡ് മൊത്തം പാർട്ടിയുടെ പ്രകടനമൊക്കെ കഴിഞ്ഞ് വളരെ ഭയങ്കര എല്ലാവരും ഹാപ്പിയായി പോയൊരു ദിവസം. ഇനിയിപ്പോൾ നമ്മളെന്ത് ചെയ്യാം? 9-ാം തീയതി പോയിട്ട് വോട്ട് കൊടുക്കണ്ടേ? നമ്മൾ ചിന്തിക്കുക കേട്ടോ. കാരണം ഇത്രയും കാലം വർഷങ്ങളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. വികസനം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ വെളിനാട്ടിൽ പോകണം, എന്നാലേ വികസനം എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഇപ്പം എന്തായാലും നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നമ്മളുടെ പിൻകാലം മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊക്കെ മൂട് ജന്മങ്ങളാണ്, ബുദ്ധിയില്ലാത്തവരാണ്. കുത്തിയിട്ട് തന്നെയല്ലേ ഇടതും വലതും വന്നത്, മാറി മാറി വരുന്നതൊക്കെ. അപ്പോൾ അവരുടെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ നല്ല തൊലിക്കെട്ടിയോട് കൂട്ടി തന്നെയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അനുഭവങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. അതെന്തൊരു പോട്ടെ. BJP എന്തായാലും ഒരിക്കലും കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. കോൺഗ്രസ്, മാർക്സിസ്റ്റ്. കേന്ദ്രത്തിൽ ഭരിക്കുന്നത് BJP ആണ്. എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ BJP പ്രതിപക്ഷത്ത് വന്നാൽ എന്തായിരിക്കും? അതൊന്നും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? ഞാൻ രാഷ്ട്രീയം പറയല്ല കേട്ടോ. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നഷ്ടം വരുന്നത്? നമുക്ക് കൊടുക്കുന്ന ഒരു വോട്ടാണ്, അത് ചിന്തിച്ച് ചെയ്യുക. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ പിന്നിൽ വരുന്ന നമ്മുടെ മക്കളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? അഭിപ്രായമുണ്ടോ? രാഷ്ട്രീയമല്ല പറഞ്ഞത്. കാരണം ഇടതും വലുതും ഭരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എന്ത് നേടി, എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഓരോരോ മലയാളികൾക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒന്ന് വ്യത്യാസം വരുമോ എന്ന് നമുക്ക് നോക്കിയാൽ വല്ല കുഴപ്പമുണ്ടോ? മോഹന വാഗ്ദാനങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ട് പോകുന്നുണ്ട്, പക്ഷേ അതൊന്നും പ്രാബല്യത്തിൽ വരുമില്ല. ഒന്ന് ചിന്തിക്കുക. 9-ാം തീയതി പോകുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് പോവുക. പ്രതിപക്ഷത്ത് BJP വന്നാൽ എങ്ങനെയിരിക്കും? ഇത്ര കാലം വന്നിട്ടില്ല, അതുകൊണ്ടാണ് കേരളം ഇത്രയും അധപ്പതിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പ്രതിപക്ഷത്തിൽ BJP വന്നു കഴിഞ്ഞാൽ കേന്ദ്രം അവരുടെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് നേട്ടങ്ങളുണ്ടാവും. അത് ചിന്തിക്കുക അല്ലേ?